നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി അതീവ സുരക്ഷാ മുൻകരുതലുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷയുടെ നടത്തിപ്പ് സുതാര്യമായിരിക്കുന്നതിന്റെ ഭാഗമായി NTA ഇന്ന് രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടത്തി. അതിനിടെ നാഗ്പൂരിൽ പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിക്ക് അബുദാബിയിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ച് അഡ്മിറ്റ് കാർഡ് നൽകിയത് NTAക്ക് നാണക്കേടായി. രാജ്യത്തിനകത്തും പുറത്തുമായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുക. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതോടെ അതീവ സുരക്ഷയിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നാളെ പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. പരീക്ഷയുടെ നീതിയുക്തമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ നടത്തിയ മോക്ക് ഡ്രില്ലിൽ പോലീസും ജില്ലാ ഭരണകൂട ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. അതിനിടെ നാഗ്പൂരിലെ ഒരു വിദ്യാർത്ഥിക്ക് പുനഃപരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ അനുവദിച്ച് അഡ്മിറ്റ് കാർഡ് പുറത്തുവന്നതും വിവാദത്തിലായി. അബ്ദുള്ള മുഹമ്മദ് താലിബ് എന്ന വിദ്യാർത്ഥിക്കാണ് അഡ്മിറ്റ് കാർഡിൽ ഇന്ത്യയിൽ പരീക്ഷാ കേന്ദ്രം നൽകുന്നതിന് പകരം അബുദാബിയിൽ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചത്. വിദ്യാർത്ഥിയുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലാത്തതിനാൽ പരീക്ഷ എഴുതാൻ വിദേശത്തേക്ക് പോകാനുമാകില്ല. വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ പിഴവ് സംബന്ധിച്ച NTA ഉദ്യോഗസ്ഥർ തിരുത്തൽ നടപടി സ്വീകരിക്കുമെന്നും ഉചിതമായ കേന്ദ്രം നൽകുമെന്നും അറിയിച്ചു. और वो नहीं चाह रहा था कि एग्ज़ाम देना, उसकी मम्मी उसको कन्विंस कर रही है. देखो अगर वो कन्विंस हो जाता है तो कल अपियर करेंगे, होगा एग्ज़ाम में. अल्लाह जाने क्या होने वाला है कल का. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം കടുപ്പിക്കുകയാണ്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ പ്രവേശനത്തിനു മുൻപ് നിർബന്ധിത ബയോമെട്രിക് പരിശോധന ഉൾപ്പെടെ സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാങ്കേതികമോ ശാരീരികമോ ആയ പ്രശ്നങ്ങൾ കാരണം ബയോമെട്രിക് പരിശോധന പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ പരീക്ഷാ കേന്ദ്രത്തിൽ രേഖാമൂലമുള്ള ഉറപ്പ് സമർപ്പിച്ചതിനു ശേഷവും ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുവാദമുണ്ടാകും. ഉദ്യോഗാർത്ഥികൾ അവരുടെ ഫോട്ടോ പതിപ്പിച്ച ഒറിജിനൽ അഡ്മിറ്റ് കാർഡ്, ഒരു അധിക പാസ്പോർട്ട് സൈസ് ഫോട്ടോ, തിരിച്ചറിയൽ കാർഡ് എന്നിവയുൾപ്പെടെ രേഖകളും കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം. ഈ രേഖകളില്ലാതെ പ്രവേശനം അനുവദിക്കില്ല. രാജ്യത്തെ 5000-ലധികം പരീക്ഷാ കേന്ദ്രങ്ങളിലും രാജ്യത്തിനു പുറത്തെ 14 കേന്ദ്രങ്ങളിലുമായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2 മുതൽ 5:15 വരെയാണ് പുനഃപരീക്ഷ നടക്കുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.